അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. അപ്പം അതിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒരു 5 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് കോക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അര സ്പൂണ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സാക്കി എടുക്കാം. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കാം. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ബിസ്ക്കറ്റ് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് തയ്യാറാക്കി വെച്ച സിറപ്പ് ചൂടോടെ തന്നെ ബിസ്ക്കറ്റിൻ്റെ മുകൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സാക്കി എടുക്കാം. നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യണ പാത്രത്തേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. നമുക്കിതൊക്കെ വേണ്ട ചോക്ലേറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒരു സ്പൂണ് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് വെനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കട്ടകളില്ലാതെ മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സാക്കിയിട്ട് കുറുക്കിയെടുക്കാം. ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമ്മളെ ബിസ്ക്കറ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾക്ക് തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ മുകൾക്ക് കുറച്ച് ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.